മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പൈസക്കരി ദേവമാത ഹൈസ്കൂളിലാണ്. ഇന്നിവിടെ ജില്ലാതല പ്രസംഗ മത്സരം നടക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ജില്ലാതല പ്രസംഗ മത്സരം, അതോടൊപ്പം തന്നെ സബ് ജില്ലാ തലത്തിലുള്ള UP സ്കൂളിലെ കുട്ടികളുടെ സബ് ജില്ലാ തലത്തിലെ പ്രസംഗ മത്സരമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ദേവമാത സ്കൂളിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള പ്രസംഗ മത്സരമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രീകണ്ഠാപുരത്ത് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പരിപാടി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവമാത സ്കൂളിലെ SPC കേഡറ്റുകൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ദേവമാത സ്കൂള് നമ്മുടെ പഠനരംഗത്തും കലാരംഗത്തും കായിക രംഗത്തും ഒക്കെ വളരെ മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജില്ലാതല പ്രസംഗ മത്സരമൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളെ HM-നോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ സ്കൂൾ ഒരു സുവർണ ജൂബിലിയിലാണ്, അപ്പൊ അതിന്റെ നിറവിലാണ്. ഇപ്പോൾ മികവുറ്റ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂൾ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പ്രസംഗ മത്സരം ഇവിടെ നടത്താനുള്ള കാരണം നമ്മള് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. അത് ഹൈസ്കൂളിനും UPക്കും സെപ്പറേറ്റ് മത്സരം നടത്തുന്നു. ഇങ്ങനെ ഒരു പ്രസംഗ മത്സരം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, കുട്ടികൾ ഭൂരിഭാഗവും അവര് ഫോണിന് അഡിക്റ്റാണ്. മാത്രമല്ല വായനയെ ഒരുപാട് മറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ UP സ്കൂളിന് നേരത്തെ ഒരു വിഷയം കൊടുത്തു, ജീവിതമാണ് ലഹരി എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ വളരെ സജീവമായ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നിപ്പോൾ ശ്രീകണ്ഠാപുരത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, വലിയ പ്രോഗ്രാം. അതെ, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞങ്ങൾ UP സ്കൂളിന് കൊടുത്തിരിക്കുന്നത്. ഹൈസ്കൂളിന് ഞങ്ങൾ ഓൺ ദ സ്പോട്ട് 5 മിനിറ്റ് മുമ്പാണ് അവർക്ക് വിഷയം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൊടുത്തു കഴിയുമ്പോൾ 5 മിനിറ്റ് മുമ്പ് വിഷയം കൊടുക്കുമ്പോൾ അവർ സമസ്ത മേഖലകളെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ ആ കുട്ടികൾക്കുണ്ടാകുമല്ലോ. അപ്പോൾ അവർ വായിച്ച് വളരുക, ചിന്തിച്ച് ആ ഒരു രീതിയിലേക്ക് വളരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രസംഗ മത്സരം സെലക്ട് ചെയ്തത്. അപ്പോൾ എല്ലാ രംഗത്തും നല്ല പ്രവർത്തനമാണ് നമ്മുടെ സ്കൂൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അതെ. അപ്പോൾ ഇപ്പോൾ ഈ പ്രസംഗത്തിൽ വിജയിക്കുന്നവർക്കുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വിജയിക്കുന്നവർക്ക് ഞങ്ങൾ 1ാം സമ്മാനം കിട്ടുന്നവർക്ക് ഹൈസ്കൂളിലും UPയിലും 5001 രൂപയും സർട്ടിഫിക്കറ്റുമാണ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് കിട്ടുന്നവർക്ക് 3001 രൂപ വീതം, അതും സർട്ടിഫിക്കറ്റും. തേർഡ് പ്രൈസ് കിട്ടുന്നവർക്ക് 2001 സർട്ടിഫിക്കറ്റുമാണ് കൊടുക്കുന്നത്. പിന്നെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ സർട്ടിഫിക്കറ്റും റെഡിയാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങ് ഈ പ്രസംഗ മത്സരം കഴിഞ്ഞതിന് ശേഷം അതിന്റെ സമ്മാനദാനം ഉദ്ഘാടനമൊക്കെ അതിനുശേഷം നടക്കും. രാവിലെ തന്നെ 9:45 നമ്മുടെ ഇവിടെ മത്സരം ആരംഭിച്ചു. ഗംഭീരമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ പ്രസംഗ മത്സരം നടക്കട്ടെ. ഇനിയും നമ്മുടെ ഈ ഒരു സ്കൂൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പ്രസംഗ മത്സരമൊക്കെ കാണാം. അതിനു മുമ്പായിട്ട് നമ്മുടെ PTA പ്രസിഡന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു കൊച്ചുകുട്ടിയുണ്ട്. നമ്മളോട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ, അവരുടെയൊക്കെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ മാനേജർ അച്ഛൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛാ, വളരെ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു പ്രസംഗ മത്സരമാണ് നമ്മളിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രസംഗ മത്സരം നമുക്കറിയാം, UP ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ഈ പ്രസംഗ മത്സരം നമ്മൾ നടത്തുന്നത്. സ്കൂളിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഞങ്ങൾ എന്തൊക്കെ പ്രോഗ്രാമുകൾ ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ കായിക കലാരംഗത്ത് നടത്തണമെന്ന് ചിന്തിച്ചപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് പ്രസംഗ മത്സരം. കാരണം കുട്ടികൾ ഇന്ന് വളരെ സൈലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജനറലായിട്ടുള്ള അറിവുകൾ, അതുപോലെ തന്നെ മൊത്തത്തിലുള്ള IQ, ഇതൊക്കെ ഒന്ന് അറിയാനായിട്ടുള്ള ഒരു മാർഗം പ്രസംഗ മത്സരമാണെന്നുള്ള ഒരു ചിന്ത വന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഹൈസ്കൂള് UP സ്കൂൾ തലത്തിൽ പ്രസംഗ മത്സരം വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 10-45ഓളം കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന്റെ വിഷയം എങ്ങനെയാണ്? വിഷയം ആനുകാലിക പ്രസക്തിയുള്ള, ഇപ്പം തൂഫാനാണല്ലോ എല്ലായിടത്തും. അപ്പോൾ ജീവിതമാണ് ലഹരി. അപ്പോൾ നമ്മുടെ ഈ ദേവമാത സ്കൂൾ ഹൈസ്കൂള് ഇപ്പോൾ സുവർണ ജൂബിലിയുടെ നിറവിലാണ്. ഇതിന്റെ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ സ്കൂളിന്റെ ഇതുവരെയുള്ള? പാഠ്യരംഗത്തും അതുപോലെ തന്നെ പാഠ്യേതര രംഗത്തും വളരെ ഭംഗിയായിട്ട് ഏതാണ്ട് 14 വർഷമായിട്ട് 100% SSLC പരീക്ഷയിൽ വാങ്ങുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. ഈ പയ്യാവൂർ പഞ്ചായത്തിലെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാണ് പൈസക്കരി. KG മുതൽ PG വരെയുണ്ട്. അത് വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും സംസ്ഥാനത്ത് വരെ നമ്മൾ പോയി പങ്കെടുത്തിട്ടുണ്ട്. കായിക രംഗമാണ് ഞങ്ങളിപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ബാസ്ക്കറ്റ് ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്,
ഫുട്ബോൾ ഈ ഒരു കായിക രംഗത്ത് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ഞങ്ങൾ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ PTA ഒക്കെ ശക്തമായ സപ്പോർട്ട് സ്കൂളിന് ഉണ്ട്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള യാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ സാർ, PTA പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ജില്ലാതല മത്സരമാണ് ഇവിടെ നടക്കുന്നത്, സബ് ജില്ലാതല മത്സരമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സുവർണ ജൂബിലിയുടെ നിറവിലാണ് നമ്മുടെ ദേവമാത ഹൈസ്കൂൾ ഉള്ളത്. എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ ട്രൂ മീഡിയയോട് പറയാനുള്ളത്? നമുക്കറിയാം, ഉപജില്ലയിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിലൊന്നാണ് ദേവമാത ഹൈസ്കൂൾ. നമുക്കറിയാം സുവർണ ജൂബിലിയുടെ നിറവിലാണ്. നമ്മൾ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. അത് രണ്ടാമത്തെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രസംഗ മത്സരം. ആദ്യമേ നമ്മൾ 2 മാസം മുമ്പ് ഉത്തര കേരള ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുകയുണ്ടായി. അത് സുവർണയുടെ ഭാഗമായിട്ടായിരുന്നു. ഇപ്പോൾ പ്രസംഗ മത്സരം LP UP ഹൈസ്കൂൾ വിഭാഗത്തിലൂടെ നടത്തുന്നുണ്ട്. സുവർണ ജൂബിലി നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ സമയപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉന്നതി നിൽക്കുന്ന ഒരു സ്കൂളായിട്ടാണ്. കാരണം തുടർച്ചയായ വിജയങ്ങൾ 100% വിജയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണോ നാടിന് ആവശ്യം, എന്താണോ കുട്ടികൾക്ക് ആവശ്യം, അത് കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള അധ്യാപകർ ഉണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു, ഗംഭീരമായിട്ട് പോകുന്നു. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മാനേജർ അച്ഛനൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ്. നമ്മുടെ ദേവമാത സ്കൂള് കണ്ണൂർ ജില്ലയ്ക്ക് തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുന്ന ഒരു സമയമാണ്. മാനേജറിന്റെ ഭാഗത്തു നിന്ന് എന്താണോ ആവശ്യം അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ സ്കൂളിന്റെ പുറകിലൊരു വിശാലമായ ഒരു ടോയ്ലറ്റ് സൗകര്യം ഇന്നിപ്പം അവിടെ അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം എന്താണോ സ്കൂളിന്റെ ഭൗതിക സഹായത്തിന് ആവശ്യം അത് കൊടുക്കുന്നുണ്ട്. കലാപരമായും കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അധ്യാപകർ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. നന്നായി പോകുന്നു. നമ്മുടെ മലയോര മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ദേവമാത സ്കൂള്. അപ്പോൾ വാശിയേറിയ ഒരു പ്രസംഗ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം. അതോടൊപ്പം തന്നെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. ഒരു അത്ഭുത ശക്തിയാണ്. എന്നാൽ ആ ശക്തി മനുഷ്യനെ ഉയർത്തുമോ തളർത്തുമോ എന്നുള്ളത് അതിന്റെ സാങ്കേതിക മികവല്ല തീരുമാനിക്കുന്നത്, മറിച്ച് ഉപയോഗിക്കുന്ന മനുഷ്യന്റെ വിവേകമാണ് തീരുമാനിക്കുന്നത്. ഇന്നത്തെ പ്രസംഗ മത്സരത്തിന്റെ കൺവീനർ ആണ് സാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രൊമീഡിയ കേരളോടൊപ്പം ഉള്ളത്. സാറിന്റെ പേര് ജോമസ്. സാറേ, ഇപ്പോൾ നല്ല വാശിയേറിയ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുരുന്നുകളുടെ ഈ പ്രസംഗം പെട്ടെന്ന് സ്പോട്ടിൽ കൊടുത്ത വിഷയങ്ങളൊക്കെയാണ്. വളരെ ഭംഗിയായിട്ടൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു പ്രസംഗ മത്സരത്തിന്റെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ? ഇത് നമ്മുടെ ദേവമാത ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്ത പ്രോഗ്രാമാണ്. UP സ്കൂളിനും ഹൈസ്കൂളിനും. അപ്പോൾ UP സ്കൂളിന് മുൻപ് നമ്മൾ സബ്ജക്റ്റ് കൊടുത്തായിരുന്നു, ഹൈസ്കൂളിന് കൊടുത്തില്ല. ശരിക്കും പ്രസംഗ മത്സരത്തിൻ്റെ അതൊരു രീതി കിട്ടണമെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് അന്നേരം കൊടുക്കാവുള്ളൂ. ഈ പ്രാവശ്യം സബ്ജക്റ്റ് ഹൈസ്കൂളിന് അന്നേരം കൊടുത്തപ്പോൾ ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ടി. പക്ഷെ അവരൊക്കെ നേരത്തെ ബൈഹാർട്ട് പഠിച്ച് നന്നായിട്ട് പറയുന്ന കുട്ടികളാണ്. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് ഏതാനും കുട്ടികൾ പെർഫോം ചെയ്തു, പ്രസംഗം നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവർക്കായാലും മുമ്പേ ഒരു വിഷയം കൊടുത്ത് നമ്മൾ പറയിപ്പിക്കുന്നതിനൊക്കെ നല്ലത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊടുത്ത് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രസംഗ കലകൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഈ പ്രസംഗ കല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് കോൺഫിഡൻസ്, അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിലൊക്കെ ഒരു സ്കില്ല് വളർത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി വളരെയധികം ഒരു വിജയമായിരുന്നു. പാർട്ടിസിപ്പൻസ് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പങ്കെടുത്തത്. നമ്മൾ ഹൈസ്കൂള് ജില്ലാ തലത്തിലാണ്, അതെ. UP സ്കൂള് സബ് ജില്ലാ തലത്തിലാണ്. ഏകദേശം എത്ര കുട്ടികൾ പങ്കെടുത്തു? ഏകദേശം ഞങ്ങൾക്ക് ഒരു 45 കുട്ടികളോളം പങ്കെടുത്തു. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്? എല്ലാവരും നല്ല ഹാപ്പിയാണ്. അടിപൊളിയാണ്. കുറെ പേർക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൽ വിഷമേ ഉള്ളൂ. അടുത്ത പ്രോഗ്രാം എന്താണ് നമ്മുടെ സ്കൂളിൽ? ഞങ്ങൾ 5-8 പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊരു ചിത്രകല, പിന്നെ ഒരു ടൂർണമെന്റ്, ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ടെന്നീസ് ഒക്കെ ടൂർണമെന്റ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാദ്യം നടത്തുന്നത് നമുക്ക് പറയാൻ പറ്റൂല, അതങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ സുവർണ ജൂബിലി പ്രോഗ്രാമുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ. തീർച്ചയായിട്ടും ഈ ഒരു വർഷം മൊത്തം ഞങ്ങൾ ആഘോഷത്തിന്റെ തിരക്കിലാണ്. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ നമ്മുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ട് ഇവിടെ പ്രസംഗ മത്സരം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവമാത സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്നവർ മോളിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ മോളെ പേര്? ഡെലാന. എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനമൊക്കെ? എങ്ങനെയുണ്ട്? നല്ലതായിട്ട് പോകുന്നുണ്ട്. അടിപൊളിയാണ്. ഇപ്പൊ പ്രസംഗ മത്സരമൊക്കെ നടക്കുകയാണ്, ജില്ലാതല മത്സരമൊക്കെ നടക്കുകയാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അനുഭവമൊക്കെ?
എല്ലാ കുട്ടികളും നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ കുട്ടികൾക്കും പോകുമ്പോൾ ടെൻഷനാണ്, അത് നമ്മൾ മാറ്റി കൊടുക്കുന്നു, അത്രയൊക്കെ ചെയ്യുന്നു. മോളെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th B-ല്. 8th B-ല്. ഇതിനു മുമ്പ് എവിടെ പഠിച്ചേ? ഞാൻ മടമ്പത്താ പഠിച്ചത്. ഇവിടെ വന്നപ്പോ എങ്ങനെയുണ്ട് ഇവിടുത്തെ അന്തരീക്ഷവും? എനിക്ക് ആ സ്കൂളിനെക്കാട്ടും ഇഷ്ടമായത് ഇവിടെയാണ് ഓരോ കുട്ടീനെയും ഫോക്കസ് ചെയ്ത് ടീച്ചേഴ്സ് കഴിയുന്ന പരമാവധി എഫോർട്ട് ഇട്ട് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കുട്ടികളെയും. ഇപ്പൊ പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ ക്ലാസ് വെച്ച് കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കിവിടെ നല്ലപോലെ ഇഷ്ടമായി. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ മോളോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കെയറിംഗ് ആണ് നമ്മുടെ ദേവമാതാ സ്കൂളിൽ ഇവിടെയുള്ള കുട്ടികളോടൊക്കെ ഇവിടുത്തെ അധ്യാപകരൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഒരു മോള് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ മോളെ പേര്? ആർലിൻ. എവിടെ വീട്? എന്റെ വീട് ഉളിക്കൽ. പരിക്കണം. എവിടെ പഠിക്കുന്നത്? ഞാൻ മണിക്കടവ്, സെന്റ് തോമസ് ഹൈസ്കൂൾ മണിക്കടവ്. എത്ര ക്ലാസ്സില്? ഞാൻ 10ാം ക്ലാസ്സിൽ. അപ്പോൾ തീപ്പൊരി പ്രസംഗക്കാരിയാണെന്നാണ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടത്. എങ്ങനെയുണ്ട്? ചെറുതായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു മത്സര കാര്യങ്ങളൊക്കെ? നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞങ്ങളെ പോലുള്ള പ്രസംഗം പറയുന്ന കുട്ടികൾക്ക് ഇങ്ങനെ സ്പോർട്ട് പ്രസംഗങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അടിപൊളിയാണ്. ഇതിനു മുമ്പ് മോളേതൊക്കെ മത്സരങ്ങളാണ്? ഞാൻ സബ് ജില്ലാ മത്സരങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ മലയാളി ഓർമ്മ അസോസിയേഷൻ നടത്തിയ പ്രസംഗ മത്സരം മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ശാസ്ത്രമേള, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ മത്സരിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു സകലകല ചെറുതായിട്ട് പറയാം. മോള് ഇന്ന് പറഞ്ഞതല്ല, മോള് ഏതെങ്കിലും ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പെർഫോമൻസ്. പ്രപഞ്ചത്തിനും അതിനപ്പുറമുള്ള അറിവിടങ്ങളിലേക്ക് അനായാസം സഞ്ചരിക്കുവാനും വിജ്ഞാന ലോകത്ത് അനുനിമിഷം അതിവേഗ കുതിപ്പുകൾ നടത്തുവാനും ആധുനിക മനുഷ്യന് ഇന്ന് സാധ്യമായിരിക്കുന്നു. കാലം മറച്ചുവെച്ച പ്രപഞ്ചോൽപത്തി രഹസ്യങ്ങളിലേക്ക് വരെ മനുഷ്യന്റെ അറിവന്വേഷണമെത്തി. അതെ, മനുഷ്യൻ ഇന്ന് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ യുഗവും AI യുഗവും കടന്ന് മനുഷ്യൻ എങ്ങോട്ട് കുതിക്കും എന്ന ചിന്തയിലാണ് നാം ഓരോരുത്തരും ഇന്നിരിക്കുന്നത്. AI-യുടെയും മൊബൈൽ ഫോണിന്റെയും എല്ലാ സാധ്യതകൾ ആവോളം ഉപയോഗിക്കുന്നത് നല്ലതാണ്. എന്നാൽ അത് ആവശ്യത്തിന് മാത്രമായാൽ ഉപകാരകരം ആയതുപോലെ തന്നെ അത് ദോഷകരമായും നമ്മെ ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കുട്ടികളിൽ മൊബൈൽ ഫോൺ ഇന്ന് വലിയ രീതിയിലുള്ള സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും AI-യുടെയും സാങ്കേതിക വിദ്യകളുടെയൊക്കെ സാധ്യതകൾ ഉപയോഗിക്കുന്ന നാം അതിന് ദോഷവശം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടിപൊളി. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മളെ പഠനരംഗത്തൊക്കെ നമുക്ക് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അങ്ങനെ വാശിയേറിയ പ്രസംഗ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിന് സ്പോട്ടിലാണ് വിഷയം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൈസക്കരി തന്നെയുള്ള ഒരു മോളിപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. മോളെ എന്താ പേര്? എവിടെ വീട്? പൈസക്കരി തന്നെ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ പ്രസംഗ മത്സരം, അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഞാൻ ആദ്യമായിട്ടാണ് ഓൺ ദി സ്പോട്ട് പ്രസംഗം പറയുന്നത്. ചെറുപ്പം മുതൽ തന്നെ അല്ലാതെ വിഷയം തന്നിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ പറയാറുണ്ട്. എൻ്റെ പപ്പയമ്മ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാറ്. പിന്നെ ആദ്യമായിട്ട് പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. അതെ. അപ്പോൾ ഇവിടെ വരുന്ന കൂട്ടുകാരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇവിടെ വരുന്ന കൂട്ടുകാരോട് ഇങ്ങനത്തെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക. ഇങ്ങനത്തെ മത്സരങ്ങൾ നമ്മുടെ സർഗാത്മശേഷിയൊക്കെ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്താ പേര്? ആൻഡ്രിയ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? മണിക്കടവ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. എങ്ങനെയുണ്ട് നമ്മുടെ പൈസക്കരി ദേവമാതാ സ്കൂളിൽ വന്നിട്ടുള്ള ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ? എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു അവസരങ്ങളൊക്കെ കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. അപ്പം ഒത്തിരി സന്തോഷത്തോടെ, അതുപോലെ തന്നെ ഈ പ്രസംഗ മത്സരം സംഘടിപ്പിച്ച ഈ മാനേജ്മെന്റിലെല്ലാം നന്ദി പറയുന്നു. ഏത് വിഷയമായിരുന്നു മോക്ക് കിട്ടിയത്? കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് എയിലേക്ക്. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? പെട്ടെന്ന് എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതിനു മുമ്പ് മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എന്നെ വീട്ടിലെ അമ്മയും പപ്പയും ടീച്ചേഴ്സും എല്ലാവരും സപ്പോർട്ടാണ്. അപ്പോൾ ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, പ്രസംഗ മത്സരമൊക്കെ കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഒക്കെ അതിൻ്റെ ചർച്ചയിലൊക്കെയാണ്, മാർക്കൊക്കെ കൂട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തീപ്പൊരി പ്രസംഗം നടത്തിയ മോളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്താ മോളെ പേര്? ഷിഫ ഫാത്തിമ. ഏതാ സ്കൂള്? മടമ്പ മേരിലാൻഡ് ഹൈസ്കൂൾ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ദേവമാതാ സ്കൂളിൽ വന്നപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ? ദേവമാതാ സ്കൂള് ഓവറോൾ അടിപൊളിയായിരുന്നു. പ്രസംഗ മത്സരം എപ്പോഴും വിജയിക്കുന്നതിലപ്പുറം റിസൾട്ടിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ എപ്പോഴും കൊടുക്കുന്നത് എക്സ്പീരിയൻസിൽ തന്നെയാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്ന ടീച്ചേഴ്സ് ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. എങ്ങനെയുണ്ട് മോളെ
സ്പീച്ചൊക്കെ പേടിക്കൊന്നും വേണ്ട, ആ ഒരു ലെവൽ മോട്ടിവേഷനൊക്കെ തന്നിട്ട് തന്നെയാണ് പ്രസംഗത്തിൽ പ്രവേശിച്ചത്. അപ്പോൾ വിഷയം എന്നായിരുന്നു? കമ്പ്യൂട്ടറിൽ നിന്ന് യുഗത്തിലേക്ക്. അങ്ങനെ മോളുടെ പ്രസംഗമൊക്കെ ഞങ്ങൾ കണ്ടു, വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇതിനു മുമ്പ് വേറെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ടോ? മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. ഏതൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും? പ്രസംഗ മത്സരത്തിൽ ആണ് മെയിനായിട്ട് ഞാൻ പങ്കെടുക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്? നമുക്കൊരു പ്രൈസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ആദ്യം പറഞ്ഞ പോലെ അല്ലേ? ചിലപ്പം കിട്ടിയേക്കാം, ഇല്ലേക്കാം. എന്തായാലും നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഈ സ്കൂളിൽ വരാൻ പറ്റി, ഇവിടെയുള്ള ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാനും പറ്റി. അതിഗംഭീരം. അടിപൊളി. പാട്ടൊക്കെ പാടുമോ? പാട്ട് പാടൂല. അതിന് ചെറിയ 2 പെർഫോമൻസ് ടക്കുന്നു. ഞാൻ മോട്ടിവേഷൻ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മോട്ടിവേഷൻ പറയാം. തോൽവിനെ ഭയപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് തന്നെ ആയിക്കോട്ടെ. അതെ, തോൽവിനെ ഭയപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ചെയ്യുന്ന മോളാണ്. അപ്പോൾ ഓക്കെ. പലർക്കും മെയിനായിട്ട് ഞാൻ കാണുന്നൊരു പ്രശ്നമാണ് സ്റ്റേജ് ഫിയർ. സ്റ്റേജിൽ കയറാൻ ഭയങ്കര വിറയാണ്, തോൽക്കോ എന്നുള്ള പേടിയാണ്. മരിക്കുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നില്ലേ, പിന്നെ എന്തിനാണോ പേടിക്കുന്നത്? അതൊക്കെ താനെ നമ്മൾ വിജയിച്ചോടും. നമുക്ക് വിജയിക്കാനാണ് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വിജയിക്കും. പിന്നെ ചെറിയ ചെറിയ തോൽവികളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം, അത് ചിലപ്പോൾ നമ്മുടെ വിജയത്തിനുള്ള മുന്നോടിയായിരിക്കാം. അതെനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്താണ് മോളുടെ അംബിഷൻ? ഡോക്ടർ. അപ്പോൾ ഭാവിയിലെ നമ്മുടെ മടമ്പത്തിൻ്റെ ഡോക്ടറൊക്കെ ആയി മാറട്ടെ എന്ന് ട്രൂ വീഡിയോ കേരള ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം 1983 ഞാൻ ഇവിടെ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. അന്ന് ഞാൻ പഠിച്ച 10ാം ക്ലാസ് ഡി എന്ന സ്റ്റാഫുമായി എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കാരണം 10ാം ക്ലാസ് ഡിയിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും അത്ര മിടുക്കന്മാരും മിടുക്കുകളും. ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ടീച്ചർ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, ഇതിൽ എല്ലാവർക്കും സമ്മാനം തരണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ എല്ലാവർക്കും തരാൻ സാധ്യമല്ല. സർട്ടിഫിക്കറ്റ് നൽകും. അതോടൊപ്പം തന്നെ തോറ്റ അല്ലെങ്കിൽ ഒരുപക്ഷെ ഫസ്റ്റ് പ്ലേസിൽ ഇപ്പോൾ എത്താൻ പറ്റാത്ത കുട്ടികളോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ UP ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായിട്ട് പ്രസംഗ മത്സരം. ഈ പ്രസംഗ മത്സരം ടീച്ചറിനോട് ചോദിച്ചു, എന്ത് കോമ്പറ്റീഷനാണ് നമുക്ക് സംഘടിപ്പിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഇന്നത്തെ കുട്ടികളെ ഇവർക്ക് സംസാരിക്കാനായിട്ടുള്ള ആവശ്യകത, അവരുടെ ഐക്യം, അവരുടെ GK, ഇതൊക്കെ എത്രമാത്രം ഇന്ന് ഉണ്ട് എന്നറിയണം. ഞാനിത് നോക്കുമ്പോൾ ഇപ്പോഴും സ്റ്റേജിലിങ്ങനെ ചെസ് നമ്പർ 2 കുട്ടിയെ കാണുന്നുണ്ട്. അവിടെ ഇടയ്ക്ക് ഞാൻ വന്ന് കയറിയപ്പോൾ ഇടയ്ക്ക് അവർ ലീറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചെസ് നമ്പർ കിട്ടിയപ്പോൾ മുതൽ നിങ്ങൾ വിജയിച്ചു. ഇവിടെ തോൽവിയോ പരാജയമോ ഇല്ല. കാരണം നിങ്ങളെല്ലാം ഈ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള കൂട്ടുകാരാണ്. നിങ്ങളെല്ലാവരും മികച്ചവരും മിടുക്കന്മാരും ഫസ്റ്റും A ഗ്രേഡും ഒക്കെ കിട്ടിയവരാണ്. അതിനാൽ പ്രോത്സാഹനം പറഞ്ഞു. ഈ വിദ്യാലയത്തിലെ 1983 ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു പ്രോത്സാഹനം. അപ്പം ഞാനോട് പറയുകയാണ്, ഞാൻ 1984 ബാച്ചിലെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ജീവിതമാണ് ലഹരി എന്ന വിഷയത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുവാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ മിക്കവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ
ഭംഗിയായിട്ടുള്ള പ്രസംഗ മത്സരം ഇവിടെ പൂർണ്ണമായി. ഫലപ്രഖ്യാപനമൊക്കെ വന്നു. ഹൈസ്കൂൾ വിഭാഗം, ജില്ലാതലത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനം 3ാം സ്ഥാനം ലഭിച്ച മക്കളുണ്ട്. ഇപ്പോൾ എൻ്റെ ഇടത് സൈഡിലാണെങ്കിൽ UP വിഭാഗം സബ് ജില്ലാ തലത്തിലാണ് ഇത് നടന്നത്. UP വിഭാഗത്തിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നേടിയ കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം. എന്താ പറഞ്ഞ പേര്? അശ്വത് അജയ്. ഏതാ സ്കൂള്? ഞാൻ തായ്നീര് CBTMHS പയ്യന്നൂർ. എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു മത്സരമൊക്കെ? നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല മത്സരമായിരുന്നു. കുറേ ജഡ്ജസിനെ കാണാൻ പറ്റി, പുതിയ ആൾക്കാരെ കാണാൻ പറ്റി, അതുപോലെ സാറിന് കാണാൻ പറ്റി. അതുപോലെ ഇവിടെ വിശിഷ്ടാതിഥിയായിട്ട് വന്നവരൊക്കെ വളരെ വലിയ പ്രചോദനം തന്നെയായിരുന്നു. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു ഓർമ്മയായിട്ട് തന്നെ നിന്ന് നിലനിൽക്കുന്ന ഒരു പ്രസംഗ മത്സരം തന്നെയായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയും ഭാവിയിൽ അതെ, ശരി. എന്താണ് മോൻ്റെ അംബിഷൻ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ. എന്താ മോളെ പേര്? ആൽഫിയ. ഏതാ സ്കൂള്? അമേരിക്കൻസ് ഹൈസ്കൂൾ കുടിയാമല. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? അടിപൊളിയായിരുന്നു. ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ പ്രസംഗ മത്സരമാണ്. അത് ജില്ലാതലത്തിലോട്ട്. സാധാരണ ഉപജില്ല മത്സരിച്ചിട്ടാണല്ലോ നമ്മൾ ജില്ലയിലോട്ട് പോകുന്നത്. ജില്ലയെ മത്സരിക്ക് കുറച്ച് നാളായിട്ട് പറയാതിരുന്നപ്പോൾ ഒരു ടച്ചൊക്കെ വിട്ടപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജഡ്ജസ് അതുപോലെ ഇവിടെ മുമ്പിലിരുന്ന ആളുകളൊക്കെ ഭയങ്കര മോട്ടിവേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് അത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. സ്റ്റേജ് കയറിയപ്പോൾ തന്നെ ആ ടെൻഷനൊക്കെ അങ്ങ് പോയി. പിന്നെ ഈ പ്രസംഗത്തിലോട്ട് വരാൻ എന്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഹെഡ് മാസ്റ്ററാണ്. സാർ എന്നോട് ഒരു ലെറ്റർ നമുക്കിവിടെ കൊടുക്കണമല്ലോ, അത് മേടിക്കാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഫസ്റ്റ് ആവാനല്ല ബെസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അതായത് സ്കൂളിൻ്റെ ഒരു ഇതിനായിട്ടല്ല, എൻ്റെ കഴിവിനെ വളർത്താൻ വേണ്ടി സാറ് ശ്രമിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റായി. അതായിരുന്നു ഭയങ്കര എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പരിപാടി, പ്രസംഗ മത്സരമായിരിക്കും. മറക്കാനാകാത്ത ഒരു നിമിഷങ്ങളൊക്കെ ആയിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ദേവമാതാ സ്കൂൾ? അടിപൊളി. നല്ല സറൗണ്ടിങ്സ് ഒക്കെ സൂപ്പർ. നല്ല നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന അടിപൊളിയാണ്. ഓക്കെ. മണിക്കടവ് അല്ലേ? പേരെന്നായിരുന്നു? അർലിന. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. നമുക്ക് ഞാൻ നേരത്തെ അങ്കിളോട് ചേട്ടനോട് പറഞ്ഞു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേരുണ്ടെങ്കിലും ഇവള് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ നമ്മുടെ ജഡ്ജസും അതുപോലെ തന്നെ മുന്നിലിരുന്നവരൊക്കെ നല്ലൊരു എന്താ പറയുക, നമുക്ക് കൂടുതൽ നല്ലത് പറയുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളും സ്റ്റേജിലിരുന്നവരുടെയൊക്കെ ഓരോ വാക്കുകളും നമുക്ക് കൂടുതൽ പ്രചോദനമായിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ. എല്ലാവിധ ആശംസകളും നേരുന്നു മുന്നോട്ടുള്ള യാത്രയിൽ. അപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താ മോനെ പേര്? ജുവൽ. ഏതാ സ്കൂള്? നോർമല UP സ്കൂൾ ചെമ്പേരി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പ്രസംഗ മത്സരമൊക്കെ? അടിപൊളിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ജഡ്ജസിന്റെ ആയാലും എല്ലാ മത്സരാർത്ഥികളുടെയും നല്ല അടിപൊളി പ്രസംഗമായിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളി. മോൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7ാം ക്ലാസ്സിൽ. ഇപ്പോൾ അടുത്ത വർഷം ഹൈസ്കൂളിലല്ലേ? അപ്പോൾ പ്രസംഗമൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആണോ? ഉഷാറാണ്. അപ്പോൾ 1ാം സ്ഥാനം നേടിയ UP വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ മോനാണ്. ഇവിടെ ചെറിയൊരു ആളിവിടെ ഇതപ്പുണ്ട്. എന്താ മോനെ പേര്? ബെനീറ്റ്. ഏതാ സ്കൂള്? എവിടെ? പൈസക്കരി തന്നെ. ഓ, പൈസക്കരി സ്കൂളിലെ കുട്ടി തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ. എന്താ മോനെ പേര്? ജോയൽ ജോർജ് വിനേഷ്. ഏതാ സ്കൂള്? സെന്റ് മേരീസ് പൈസക്കരി തന്നെ. പൈസക്കരി തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? നല്ല മത്സരമായിരുന്നു. കുറേ പേരെ പുതിയ പരിചയപ്പെടാൻ പറ്റി. മൊത്തത്തിൽ നല്ല അനുഭവമായിരുന്നു. അടിപൊളി. ഗംഭീരം. ഇനിയും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും അല്ലേ? എന്താണ് മോൻ്റെ ആഗ്രഹം? ആഗ്രഹമൊന്നും ആയിട്ടില്ല അല്ലേ? അപ്പോൾ ഓക്കെ, എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. കാരണം നമ്മുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നടത്തിയ ജില്ലാതല സബ് ജില്ലാതല പ്രസംഗ മത്സരം കുട്ടികളുടെ ഒരുപാട് 45 കുട്ടികൾ പങ്കെടുത്തു. വളരെ ഭംഗിയായിട്ടുള്ള മത്സരമാണ് നമ്മുടെ ദേവമാതാ ഈ ഹൈസ്കൂളിൽ ഇന്ന് നടന്നത്. അപ്പോൾ എല്ലാ വിജയികൾക്കും എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ കേരള നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇത് സംഘടിപ്പിച്ച സ്കൂൾ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഇവിടുത്തെ സംഘാടകർക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സുവർണ ജൂബിലിയിൽ ഒരുപാട് പ്രോഗ്രാമുകളുമായി ദേവമാതാ ഹൈസ്കൂളിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ ആശംസിക്കാം. അപ്പോൾ പൈസക്കരി സ്കൂളിൽ നിന്നും ടീം ട്രൂ മീഡിയ.